ഒരു ഡിഫോൾട്ട്. നമസ്കാരം. അത് കേരളത്തിൻ്റെ രാഷ്ട്രീയ സ്വഭാവം തന്നെ ഞാൻ മൈൻഡ് ചെയ്യാറില്ല. തൃപ്പൂണിത്തുറയ്ക്ക് രാഷ്ട്രീയത്തിനപ്പുറം വലിയ ചില ഉത്തരവാദിത്വങ്ങളുണ്ട്. ശബരിമലയ്ക്ക് ഉള്ളതുപോലെ ഒരു ഉത്തരവാദിത്വം, അതുകൊണ്ട് തന്നെ പത്തനംതിട്ടയുടെ ഉത്തരവാദിത്വം, ഗുരുവായൂരിന് ഉള്ളതുപോലെ ഒരു ഉത്തരവാദിത്വം, അതുകൊണ്ട് തന്നെ തൃശ്ശൂരിന് ഉള്ള ഉത്തരവാദിത്വം, തിരുവനന്തപുരത്തിനുള്ള ബൃഹത്തായ ഒരു ഉത്തരവാദിത്വം, ക്യാപിറ്റൽ എല്ലാ അർത്ഥത്തിലും, തലസ്ഥാനം. അപ്പം അതുകൊണ്ട് രാഷ്ട്രീയം എന്നത് നമ്മൾ സിനിമയിൽ ഈ രാഷ്ട്രീയമൊക്കെ എന്നാ ഉണ്ടായേ, അത്രയും ലാഘവത്തോടെ നമ്മൾ കണ്ടാൽ മതി. ഈ ചിന്താഗതിക്ക് ആക്കം കൂടി വന്നിരിക്കുകയാണ്. അരാഷ്ട്രീയം എന്നൊരു വാക്ക് ഞാൻ തൃശ്ശൂർ ജയിച്ച് വന്നതിന് ശേഷം ഉപയോഗിച്ചു. അത് മനോരമയിലെ ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ എൻ്റെ ഒരു ഭാഷയിലെ പരിജ്ഞാനക്കുറവ് കൊണ്ട് ചിലപ്പോൾ ഞാൻ ഉപയോഗിച്ചു പോയൊരു, പക്ഷെ ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്താൻ ശ്രമിച്ചിരുന്ന കാമ്പ് എന്ന് പറയുന്നത്, ഇനി 3 നേരം ചോറുണ്ണുന്നവന്, സ്വപ്നം കാണുന്നവന്, അവൻ്റെ പേര് മലയാളി എന്നാണെങ്കിൽ ആ മലയാളിക്ക് ഇനി ഇത്രയും കാലം ഉടലെടുത്ത് വാണ് അവരുടെ തലവര നശിപ്പിച്ചു കളഞ്ഞ രാഷ്ട്രീയം എന്ന് പറയുന്നത് ആവശ്യമില്ല എന്ന് പറയുന്ന മനസ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതിനെയാണ് ഞാൻ അരാഷ്ട്രീയം, എ പൊളിറ്റിക്കൽ, എ പൊളിറ്റിക്സ്. ഈ മനസ്ഥിതി ഇന്നുണ്ട്, അത് വല്ലാണ്ട് തഴച്ചു വളരുന്നുണ്ട്. എനിക്കറിയുന്ന വിവിധ രാഷ്ട്രീയ കക്ഷികളിൽ, അതിപ്പോൾ തൃശ്ശൂരിൻ്റെ കാര്യം ചോദിച്ചാൽ അത് തൃശ്ശൂർ ഒരു പ്രത്യേക ബ്രാക്കറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതുകൊണ്ട് സിനിമാ നടനാണ്, സിനിമാ നടനിൽ ആകൃഷ്ടരായതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് പറയുന്നവർ മനസ്സിലാക്കേണ്ടത് 2019 ഐ വാസ് മോർ ക്ലോസർ ടു സിനിമ. ഞാൻ സിനിമയിൽ നിന്ന് നേരെ ഇറങ്ങി വന്ന സമയമാണ്. അന്ന് ജയിപ്പിച്ചില്ലല്ലോ. 21 കുറച്ചുകൂടി ദൂരമായി, പക്ഷേ അന്ന് വോട്ടിൻ്റെ ഘനം കൂടിയില്ലേ? എണ്ണമല്ല ഞാൻ പറഞ്ഞത്, ഘനം കൂടി. 2024 അവർ നിശ്ചയിച്ചു, ഒരു ഡോക്ടർക്ക് ഇതാകാമെങ്കിൽ, ഒരു എൻജിനീയർക്ക് ഇതാകാമെങ്കിൽ, ഒരു IAS-കാരന് ഇതാകാമെങ്കിൽ, ഒരു സിനിമാ നടൻ ഒട്ടും അതിനൊന്നും താഴെയല്ല എന്ന് ജനത്തിൻ്റെ അരാഷ്ട്രീയ ബോധം നിശ്ചയിച്ചു. മറ്റതെല്ലാം ആരോപണത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഒരു ശ്രമത്തിന്, ആ ശ്രമത്തിനൊരു ഭാവിയുണ്ട് എന്ന് കാണുകയാണെങ്കിൽ ആ ഭാവി മുളയിലെ ആസിഡ് ഒഴിച്ച് കരിച്ച് കളയാനുള്ള ദുഷിച്ച രാഷ്ട്രീയ വിക്രിയയായി മാത്രമേ നമുക്ക് കാണുവാൻ സാധിക്കൂ. ആ ഒരു കാഴ്ചപ്പാട് പോലും മനസ്സിലേക്ക് കടത്തിവിടാത്ത ഒരു ജനത 2024 ജൂൺ 4 ശേഷം അവർക്ക് അവലോകനങ്ങളുണ്ട്. വോട്ട് ചെയ്യുന്ന ജനതയ്ക്ക് അവലോകനമുണ്ട്. ആ അവലോകനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ ഈ പറയുന്ന രാഷ്ട്രീയമല്ല പ്രധാനം, രാഷ്ട്രീയ കക്ഷിയല്ല പ്രധാനം, അത് ഞാൻ സ്നേഹിക്കുന്ന രാഷ്ട്രീയ കക്ഷിയാണെങ്കിൽ പോലും അതല്ല പ്രധാനം. ഈ മണ്ണ് എൻ്റെയും കൂടി അപ്പൻ്റെ വകയാണെങ്കിൽ, എൻ്റെയും കൂടി അമ്മയുടെ വകയാണെങ്കിൽ, ഇത് കാത്ത് സംരക്ഷിക്കേണ്ട ചുമതല എൻ്റെ ഈ ചൂണ്ടുവിരലിനുണ്ട്.
ഞാൻ ഈ വിരലിനെ വിളിക്കുന്നത് എല്ലാവരെയും താക്കീത് ചെയ്യാനും ഇങ്ങനെ പടപ്പിച്ച് സംസാരിക്കാനുമല്ല. ഞാൻ എൻ്റെ ഹൃദയ വിരലാണ്. ആ ഹൃദയത്തിൽ അതൃപ്തി ഉണ്ടെങ്കിൽ അത് ഈ വിരലിൽ നിഴലിക്കണം. ഇതിൽ സങ്കടമുണ്ടെങ്കിൽ അത് ഈ വിരലിൽ നിഴലിക്കണം. അല്ലാതെ ഇതെല്ലാം ഒതുക്കി പിടിച്ച് വെച്ച് ദേഷ്യം അല്ലെങ്കിൽ അനുകമ്പ ഇതെല്ലാം അടക്കി പിടിച്ച് പൊതിഞ്ഞ് വെച്ച് ഇളിച്ച് ചിരിച്ച് കാണിക്കുന്ന രാഷ്ട്രീയത്തെ ജനം വെറുക്കുന്നു. എന്താണോ മനുഷ്യൻ്റെ ഹൃദയഭാവങ്ങൾക്ക് ചേരുന്ന വികാരങ്ങൾ എന്താണോ അത് പ്രകടിപ്പിക്കണം. ജനാധിപത്യ സംവിധാനത്തിലേക്കും ജനാധിപത്യ രാജ്യത്ത് നടക്കുന്ന ഏറ്റവും വലിയ എക്സസൈസ് യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ്. ഇത് സിവിക്സിന് ഞാൻ 8ാം ക്ലാസ് മുതൽ 11ാം ക്ലാസ് വരെ പഠിച്ചതാണ്. ICSEക്കും ISCക്കും പഠിച്ച കാര്യമാണ്. അന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല ഇതിൻ്റെ ജണ്ട, ഇതിൻ്റെ കൊടി പാറുന്ന ക്ഷേത്രത്തിൽ ഒരു കാലത്ത് ചെന്നിരുന്ന് ഈ പഠിച്ചതെല്ലാം നിനക്ക് ഉപകരിക്കും എന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. 2014 മാർച്ച് 5-ാം തീയതി എൻ്റെ നേതാവിനെ ഞാൻ ആദ്യമായി 1.5 വർഷത്തെ അദ്ദേഹത്തിൻ്റെ ശ്രമത്തിൻ്റെ ഫലമായി പേടിച്ചു നിന്നതുകൊണ്ടാണ്. അതിനകത്ത് സിനിമാക്കാരൻ്റെ ജാടയൊന്നുമില്ല. പേടിയായിരുന്നു രാഷ്ട്രീയത്തെ. പക്ഷേ രാഷ്ട്രീയത്തിലെ മഹാന്മാരായ വ്യക്തികളെ മുഴുവൻ ഞാൻ അന്നും ആദരിച്ചിട്ടുണ്ട്, ആരാധിച്ചിട്ടുണ്ട്. അവരുമായി സമ്പർക്കം, നിരന്തര സമ്പർക്കം സത്യസന്ധമായി നടത്തിക്കൊണ്ടു പോയിട്ടുണ്ട്. ഒരാളുടെ അടുത്ത് പോലും എൻ്റെ വ്യക്തിപരമായ ഒരാവശ്യം ഇന്ന് വരെ ഉന്നയിച്ചിട്ടില്ല. അതിൽ ലീഡർ ശ്രീ കരുണാകരൻ, എൻ്റെ സ്വന്തം സഖാവ് ശ്രീ EK നായനാർ, അച്ചുമാമ. ഞാൻ അച്യുതാനന്ദൻ എന്ന് പോലും പറയാൻ എനിക്ക് ഇപ്പോൾ അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞതിന് ശേഷം വലിയ പ്രയാസമാണ്. അച്ചുമാമ എന്ന് വിളിക്കാൻ എനിക്ക് നല്ല യോഗ്യതയുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലത്താണ് ഞാനും ജനിക്കുന്നത്. എൻ്റെ അപ്പൂപ്പൻ കർഷകനായിരുന്ന എൻ്റെ മുത്തശ്ശൻ അമ്മ വഴിക്ക് അദ്ദേഹത്തിൻ്റെ ജുബ തയ്ച്ചിരുന്നത് അച്ചുമാമയുടെ അച്ഛനാണ്. അന്ന് ഒരു വെള്ളി അരഞ്ഞാനം അദ്ദേഹത്തിൻ്റെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ അരയിൽ കെട്ടിക്കൊടുത്തിട്ട്, അങ്ങനെ നിന്നോട് പറഞ്ഞവനെ ഇതെടുത്ത് വേണം പെരുമാറാനെന്ന് പറഞ്ഞ് ഒരു കഥയൊക്കെ അപ്പൂപ്പൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ കമ്മ്യൂണിസത്തിൽ പൂർണ്ണശുദ്ധം എന്ന് പറയാവുന്ന അംശങ്ങളുണ്ട്. അവരുമായിട്ട് നല്ല ബന്ധമുണ്ടായിട്ടുണ്ട്. മറ്റുള്ളവരുമായിട്ടൊക്കെ ഒരു പ്രവർത്തന ബന്ധം എന്നല്ലാതെ അങ്ങനെ തോന്നുന്നില്ല. ഇതെല്ലാവർക്കുമുള്ള പ്രശ്നമായിരിക്കാം. പക്ഷെ ഒരു ഉത്തരവാദിത്വത്തിൽ കയറി ഇരുന്നു കൊണ്ട് ഭരണത്തിൻ്റെയും നിർവഹണത്തിൻ്റെയും ലഭ്യതകൾ ജനങ്ങൾക്ക് ഉറപ്പാക്കുന്ന കാര്യത്തിലുമൊക്കെ കെടുകാര്യസ്ഥത എന്ന് പറയുന്നത് ക്രിമിനൽ സ്വഭാവമുള്ള വീഴ്ചകൾ തന്നെയാണ്. അത് വലിയ വീഴ്ചകളാണ്. അത് ജനതയുടെ അതൃപ്തിയായി മാറിയിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്രതികാരം ചെയ്യാനല്ല, നടപടി സ്വീകരിക്കാനുള്ള അവരുടെ ഈ മണ്ണിന്മേലുള്ള അവകാശത്തിന് ശുദ്ധത വരുത്തുന്നതിന് വേണ്ടിയുള്ള പ്രക്രിയയാണ് 5 വർഷം കൂടുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസിൻ്റെ ഭാഗമായിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിന് പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ വലിയ ഒരംശം വിലയിരുത്തേണ്ടതുണ്ട്. കഴിഞ്ഞ 5 തവണയെങ്കിലും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് ഞാൻ എൻ്റെ ഈ ചൂണ്ടുവിരൽ അമർത്തി, ഞാൻ പ്രചോദിപ്പിച്ച് അല്ലെങ്കിൽ സ്വാധീനിച്ച് ചൂണ്ടുവിരൽ അമർത്തിച്ച് എത്രമാത്രം പാതകം ചെയ്തിരുന്നു എന്ന് പറയുന്ന കണക്കെടുപ്പ് കുറ്റബോധത്തോടെ ഓരോ സമ്മതിദായകനും ചെയ്തിരിക്കണം എന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളൂ. എങ്കിലേ നമുക്കൊരു തിരുത്തലുണ്ടാവും. തെറ്റ് ആവാം, തെറ്റ് മനുഷ്യ സഹജമാണ്. പാപം
പാപമാണ് ശിക്ഷ അർഹിക്കുന്നത്. കൊലപാതകം, പിടിച്ചുപറി, വല്ലവൻ്റെതും മോഷ്ടിച്ചുകൊണ്ട് പോവുക, ഇതൊക്കെ പാപത്തിൽപ്പെടും. അതൊക്കെ ആരാ ചെയ്തതെന്ന് അന്വേഷിച്ചാൽ മതി. പക്ഷേ തെറ്റുകൾ ചെയ്തത് ജനതയോടാണെങ്കിൽ അവരുടെ ഈ ഒരു ചൂണ്ടുവിരൽ, ഹൃദയവിരൽ നിശ്ചയത്തെ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ ആ വഞ്ചനയുടെ കണക്കെടുപ്പിനി അവർ നടത്തിയിട്ട് കാര്യമില്ല, അവർ നന്നാവില്ല. പക്ഷെ നിങ്ങൾക്കിനി ആ തെറ്റാവർത്തിക്കാൻ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് ഈ ഹൃദയവിരൽ നിങ്ങൾ അമർത്തില്ല എന്ന് പറയുന്ന ആദ്യത്തെ നിശ്ചയമാണ് നിങ്ങൾക്ക് വേണ്ടത്. അവിടെ ആരൊക്കെ ഒഴിവാക്കപ്പെടണം? ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ NDA നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു സ്ത്രീ സംഗമത്തിൽ വന്നിരുന്നല്ല ഞാൻ സംസാരിക്കുന്നത്. സംവിധാനം എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന പറ്റങ്ങൾ, അങ്ങനെ പറയാനൊക്കെ. ജനാധിപത്യത്തിലെ ഏറ്റവും, ഇന്ന് ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ ശ്രീ ശശി തരൂരിൻ്റെ ഒരു ലേഖനം വന്നിട്ടുണ്ട്. വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ ടെമ്പിൾ ഓഫ് ഡെമോക്രസി. ഒരു വിശ്വപൗരൻ എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ഒരു MP-യിൽ നിന്ന് മാറി, ഒരു കോൺഗ്രസ്സുകാരനിൽ നിന്ന് മാറി, ഒരു മനുഷ്യൻ, ഒരു സമ്മതിദായകൻ എന്ന നിലയ്ക്ക് അദ്ദേഹം ഹൃദയം തുറന്ന് ആ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. ആ ലേഖനത്തിൻ്റെ ഒരു മലയാള വിവർത്തനം പ്രിൻ്റ് ഔട്ട് എടുത്ത് തൃപ്പൂണിത്തറയിൽ പ്രത്യേകിച്ച് കൊടുക്കണമെന്ന് ഞാൻ തീർച്ചയായിട്ടും ഞങ്ങളുടെ കാര്യകർത്താക്കളോട് ആവശ്യപ്പെടും, അപേക്ഷിക്കുകയല്ല. എത്തണം, ഇത്തരം ചിന്താഗതികൾ എത്തണം. തൃപ്പൂണിത്തറയുടെ ഒരു രാഷ്ട്രീയ പാരമ്പര്യം എനിക്കറിയണ്ട എന്ന് ഞാൻ പറയാൻ കാര്യം, ഞാൻ ഏറ്റവും കൂടുതൽ മതിക്കുന്നത് തൃപ്പൂണിത്തറയിൽ നിന്ന് യാത്രാ സംവിധാനത്തിന് ഒരു ഏക ഓൺട്രപ്രണർ എപ്പോഴാണ് വന്നതെന്ന് ചോദിച്ചാൽ അത് തമ്പുരാനാണ് വന്നത്. മോഡേണൈസേഷൻ ഓഫ് ലിവിങ് സിസ്റ്റംസ്, മോഡേണൈസേഷൻ. അന്നത് റെയിൽവേ എന്ന് പറയുന്നത് മോസ്റ്റ് മോഡേൺ ലോജിസ്റ്റിക് തിങ്കിങ് ആണ്. മോസ്റ്റ് മോഡേൺ റെയിൽ. അങ്ങനെ ഒരു കാര്യം സംഭവിക്കൂ? തൃശ്ശൂർ വഴി കോയമ്പത്തൂർ വരെ മെട്രോ സംഭവിക്കുമോ? ഒരു ഊളക്കല്ലേ ഇങ്ങനെ ചിന്തിക്കാൻ പറ്റൂ എന്ന് ചോദിച്ചവന്മാരാണ് ഇപ്പോൾ ചോദിക്കുന്നത് എവിടെ മെട്രോ എന്ന്. എന്തൊരു വിരോധാഭാസമാണ്. സ്വപ്നം തന്നെയാണ് കാണുന്നത്. കാരണം എനിക്കറിയാം, അങ്ങനെ ഒരുപാട് സ്വപ്നം കണ്ട ഒരു മഹാനായ മുഖ്യമന്ത്രി, ഒരു സംഘ കാര്യകർത്താവ് എന്ന നിലയ്ക്ക് 12ാം വയസ്സ് മുതൽ ഭാരതത്തിൻ്റെ ഹൃദയ ധമനികൾ മുഴുവൻ മനസ്സിലാക്കി ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായി 12 ചില്ലുവാനും വർഷങ്ങളും, അത് കഴിഞ്ഞ് ഭാരതം ഭരിക്കാനായി 2014 മെയ് മാസത്തിൽ ഇന്ന് ഭാരത് കി യശസ്വി പ്രധാനമന്ത്രി എന്ന് ലോകം പറയുന്നുണ്ടെങ്കിൽ, ചായക്കടക്കാരനെ വിളിച്ച് അവഹേളിക്കും എന്ന് പറയുന്ന ഈ ഹൈടെക്കുകൾക്ക് പോലും ഇന്ന് തിരുവനന്തപുരത്തായാലും ഏത് പട്ടണത്തിൽ ചെന്നാലും 5 സ്റ്റാറിൽ കയറി ചായ കുടിക്കുന്നത് നിങ്ങൾ കാണില്ല. റോഡിൻ്റെ സൈഡിൽ ബൈക്കും കാറും കൊണ്ടുവന്നിട്ടിട്ട് ഇറങ്ങി റോഡ് ബ്ലോക്ക് ചെയ്ത് ചായ കുടിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അവർക്ക് ആ ചായ നൽകിയ ഒരു പാരമ്പര്യത്തിൻ്റെ തുടക്കം അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ അംശം കൂടി അതിലുണ്ട്. അപ്പം അങ്ങനെ ഒരു കനവ് കാണുന്ന, സ്വപ്നം കണ്ടിരുന്ന മുഖ്യമന്ത്രിയിൽ നിന്ന് ആ സ്വപ്നങ്ങൾ മുഴുവൻ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുന്ന, ഇന്ന് തമ്പുരാൻ അന്ന് ചെയ്തതുപോലെ ഒരു വലിയ ലോജിസ്റ്റിക് റെവല്യൂഷൻ ഇൻ ദ നെയിം ഓഫ് ബുള്ളറ്റ് ട്രെയിൻ 2028-29 വർഷം ഉറപ്പായിട്ടും ഗുജറാത്തിൽ നിന്ന് 8 മണിക്കൂർ യാത്ര ദൈർഘ്യമെന്ന് പറയുന്നത് 2.5 മണിക്കൂറിലേക്ക് ചുരുക്കിക്കൊണ്ട്
നടപ്പിലാവും. ഈ കൊച്ചി മെട്രോയുടെ ഫീസിബിലിറ്റിയും ഇതൊക്കെ 2019 തന്നെ മനസ്സിലാക്കി ഇതെങ്ങനെ മോസ്റ്റ് ഫീസിബിൾ ആവും. ഇന്ന് ലാഭത്തിലാണോ എന്ന് പറയട്ടെ, ബെഹ്റാജി പറയട്ടെ, അദ്ദേഹത്തെ നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രി പറയട്ടെ. എന്തിനാണ് മെട്രോ ചിന്തിച്ചത്? ഇൻഡിവിജ്വൽ ഫ്യുവൽ ബേണിംഗ് ഒഴിവാക്കാൻ, സ്മോക്ക് എമിഷൻ ഒഴിവാക്കാൻ, പ്രകൃതിയെ സംരക്ഷിക്കാൻ. അതും അതിനകത്ത് ഒരു വലിയ ഉദ്ദേശമാണ്. ക്രൗഡിങ് ഓഫ് റോഡ്സ്. ഇതെന്തെങ്കിലും സംഭവിച്ചോ? ആരെങ്കിലും പാലക്കാട് നിന്ന് കാറ് കൊണ്ടുവന്ന് ആലുവയിലിട്ടിട്ട് മെട്രോയിൽ കയറി വരുന്നുണ്ടോ ടൗണിലേക്ക്? ഒരാൾ പോലും വരില്ല. ഇത് മോസ്റ്റ് ഫീസിബിൾ ആവുന്നത് പാലക്കാട് തൊട്ട് നിങ്ങളൊരു കമേഴ്ഷ്യൽ കോറിഡോർ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ കോയമ്പത്തൂർ വരെ നീളുന്ന. അന്നും എന്നെ പറഞ്ഞ് അവഹേളിച്ചത് എങ്ങനെയാണെന്നറിയാം? കൊച്ചി മെട്രോ കൊച്ചി പട്ടണത്തിന് വേണ്ടി മാത്രമാണ്. അവരെ എനിക്ക് ഊളകൾ എന്ന് മാത്രമേ പറയാൻ ഒക്കൂ. വെരി സോറി. ഒരു മന്ത്രി ആയതുകൊണ്ട് ഇങ്ങനത്തെ മന്ത്രിക്ക് പ്രത്യേകം നിഘണ്ടു ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല. വികാരം നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. ഞാൻ അന്ന് തന്നെ മറുപടി കൊടുത്തു. ഡൽഹി മെട്രോ ശ്രീധരൻ സാറിൻ്റെ ഒരു ആരുടെയൊക്കെയോ സ്വപ്നം സാക്ഷാത്കരിച്ച മഹാനാണ് ശ്രീധരൻ സാറെങ്കിൽ ആ കൊച്ചി മെട്രോ പോകുന്നത് 3 സംസ്ഥാനങ്ങളിലൂടെയാണ്. ഡൽഹി മെട്രോ 3 സംസ്ഥാനങ്ങളിലൂടെ. യുപിയിലെ നോയിഡ, പിന്നെ ഹരിയാന എന്ന് പറയുന്ന സെപ്പറേറ്റ് സംസ്ഥാനം തന്നെ എന്ന് വെച്ചോളൂ. അതിൽ ആദ്യത്തെ 2 സെക്ടറിലേക്ക് ചെല്ലുന്നതും പിന്നീട് അത് RRTS ആയി മാറിക്കൊണ്ട് അങ്ങേ അറ്റത്തെ സെക്ടറിലേക്ക് ചെല്ലുന്നത് 182 സെക്ടറോ മറ്റോ ആണത്. മാതാ അമൃതാനന്ദമയി ദേവിയുടെ ഏറ്റവും വലിയ ഹോസ്പിറ്റലുള്ളതും അവിടെയാണ്. അപ്പം ഇതൊക്കെ സാധ്യമാണ്. അതിൻ്റെ പഠനം നടത്തി. ഇപ്പോൾ അന്ന് പറഞ്ഞു നെടുമ്പാശ്ശേരിയിലേക്ക് മെട്രോ ആദ്യം വരും, അത് കഴിഞ്ഞ് അങ്കമാലിയിലേക്ക് വരും, ചാലക്കുടി വരെ എങ്കിലും വരണം. അതിന് വേറെ ആ പ്രാദേശികമായിട്ട് ഇതിനെവിടൊക്കെ സ്റ്റേഷൻ ഉണ്ടാവുന്നോ അവിടെയൊക്കെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ പേരിൽ കാർ പാർക്കിങ്ങിന് സൗകര്യമൊരുക്കുന്നത് അവിടുത്തെ ലോക്കലൈറ്റ്സ് ആയിരിക്കും. റവന്യൂ ജനറേഷൻ എന്ന് പറയുന്നതിനും കൂടി നമ്മളൊരു വലിയ പന്ഥാവാണ് തുറന്നിട്ട് കൊടുക്കുന്നത്. വികസനം അതാണ്. അല്ലാതെ വികസനത്തിൻ്റെ പേരിൽ വരുന്ന കോൺക്രീറ്റ് മാത്രമല്ല, അതിനുള്ളിലെ കമ്പിയും സിമെൻറ്റും പാറക്കഷ്ണങ്ങളുമല്ല വികസനം. അതൊരു ടെൻറ്റക്കിൾ മാത്രമായിരിക്കും, ഒരു എക്സ്റ്റൻഷൻ ഓഫ് എ സർവീസ് മാത്രമായിരിക്കും. പക്ഷേ അതിൻ്റെ അനുചരങ്ങളായി വരുന്ന, അതിനെ കോംപ്ലിമെൻ്റ് ചെയ്യുന്ന, സപ്ലിമെൻ്റ് ചെയ്യുന്ന ഒരുപാട് ചായക്കച്ചവടവും വരും വിപുലമായി. അപ്പം ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ പറയാനേ പാടില്ല. ഇനി എങ്ങാനും ഇനി ഇത് വന്നെന്ന് വെച്ചോ, അന്നേരം ഈ പറ്റങ്ങൾ എന്താ പറയാൻ പോകുന്നതെന്നറിയാം. അത് സ്വപ്നം മാത്രമാണെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് പുള്ളിയുടെ സംഭാവന അല്ല. ഇതിന് മാത്രം വിധിക്കപ്പെട്ട രാഷ്ട്രീയ വർഗങ്ങളാണ് നിങ്ങളെ കഴിഞ്ഞ 50 വർഷം വഞ്ചിച്ചു കൊണ്ടിരുന്നത്. നിഘണ്ടുവിൽ വേറൊരു വാക്കുണ്ട് വഞ്ചനയ്ക്ക് പകരം. ഞാനിവിടെ യോഗ്യമായിട്ട് അവരുടെ സ്വഭാവ സവിശേഷത വെളിവാക്കാൻ ആ വാക്ക് ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഉചിതം. പക്ഷേ സ്ത്രീ കേന്ദ്രമാണിത്. ഞങ്ങൾക്ക് ആണുങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെങ്കിൽ ഇപ്പം ഞാൻ കാതിൽ പറഞ്ഞതുപോലെ വിചാരിക്കാം, അത് തന്നെയാണ്. ചൊറിച്ചുമല്ലാനൊക്കെ എല്ലാവർക്കും അറിയുമെന്ന് എനിക്കറിയില്ല. ഉഗ്രരീതിയിൽ വമ്പിച്ച വഹിപ്പ് നടത്തിയിട്ടുണ്ട്. ഉഗ്രനെ നമ്മൾ ഊക്കനെന്ന് പറയും അല്ലേ, നല്ല തഡോടുകൂടി.
ഈ മുഹൂർത്തത്തിൽ ഈ വഞ്ചനയെക്കുറിച്ചാണ് സമ്മതിദായകരെ പറഞ്ഞ് ബോധിപ്പിക്കേണ്ടത്. കാരണം ഇനിയൊരു 5 വർഷം നമുക്ക് പാഴാക്കാനില്ല. പ്രധാനമന്ത്രി 2036 47 അവിടെ ഉണ്ട്. പക്ഷേ 47 ശക്തമായി സാധ്യമാകണമെങ്കിൽ വെറുതെ വികസിത് ഭാരത്, ആത്മനിർഭർ ഭാരത് അറ്റ് 2047 എന്നല്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതിന് നടക്കേണ്ടതായ സ്റ്റേജ് ബൈ സ്റ്റേജ്, ഓരോ ദിവസവും നടക്കേണ്ട മുന്നേറ്റം, ഓരോ ആഴ്ചയിലും ഓരോ മാസത്തിലും ഓരോ വർഷത്തിലും. 2036 ഭാരതത്തിൽ ഒളിമ്പിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 36 അല്ലെങ്കിൽ 40 അത് സംഭവിച്ചിരിക്കും. ആ ഒളിമ്പിക്സ് എങ്ങനെയാണ് കേരളത്തിൻ്റെയും കൂടി ഭാഗമാകുന്നത്? ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഇത് ഒളിമ്പിക്സ് വരാൻ പോകുന്നത് ഇന്ത്യയിൽ തിരുവനന്തപുരത്ത് ആണ് എന്നാക്കിയെടുക്കുകയാണ് ഈ വക്രങ്ങളെല്ലാം. ഭാരതത്തിൽ ഒളിമ്പിക്സ് വരുമ്പോൾ സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡിങ്ങിൻ്റെ ഭാഗമായിട്ട് ഗുജറാത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ള ഇവിടെ ഇരിക്കുന്ന ക്രിക്കറ്റ് സമൂഹത്തിനറിയാം. തൃപ്പൂണിത്തുറയ്ക്ക് കേരളത്തിൽ തന്നെ ക്രിക്കറ്റിന് വലിയ പ്രാമുഖ്യമുള്ള അന്തസ്സുള്ള ഒരു പ്രദേശമാണ് തൃപ്പൂണിത്തുറ. രവിയച്ചൻ്റെ ഒരു ചടങ്ങിന് ഞാനിവിടെ വന്നതാണ്. ഞാനിവിടെ അവസാനമായിട്ട് വന്നതെന്ന് എൻ്റെ ഓർമ്മ 2-3 വർഷം മുമ്പ് അല്ലേ ബാലു? അങ്ങനെ ഒരു പാരമ്പര്യം കൂടിയുണ്ട്. അതും തമ്പുരാൻ്റെ കുടുംബത്തിന് അവകാശപ്പെട്ടതാണ്. ഇവിടുത്തെ ക്രിക്കറ്റ് സ്റ്റേഡിയം ആയാലും അല്ലേ, സംഭാവനയല്ലേ? അപ്പോൾ സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ പേരിൽ UP-യിലുണ്ടായിട്ടുള്ള ചുമ്മാ ഇവിടെ ഇരുന്ന് ഈ അസുഖം വരുമ്പോഴത്തേക്കും ഊപ്പി എന്ന് പറഞ്ഞാൽ പോരാ. ഇന്നത്തെ UP എന്താണെന്ന് നിങ്ങൾ പോയി കണ്ട് മനസ്സിലാക്കണം. ആ വിഭാഗങ്ങളെല്ലാം പുച്ഛിച്ച് തള്ളിയ ഒരു മഹാകുംഭമേള. എന്താണ് ഭാരതത്തിനുള്ള റവന്യൂ പഠിച്ചിരിക്കണം. UP ആണെന്ന് ഒളിമ്പിക്സ് വരുമ്പോൾ തെളിയിക്കും. ഗുജറാത്താണെന്ന് ഒളിമ്പിക്സ് വരുമ്പോൾ തെളിയിക്കും. മഹാരാഷ്ട്ര നേരത്തെ അതിനകത്ത് കോൺഗ്രസ്സുകാരുടെയും വലിയ പങ്കുണ്ട്, ഇല്ലയെന്നൊന്നും ഞാൻ പറയില്ല. മഹാരാഷ്ട്രയിൽ കോൺഗ്രസിൻ്റെ ഭരണത്തിൻ്റെ ചില ഫാസൈറ്റഡ്നെസ്, കാഴ്ചപ്പാട് അത് ശ്ലാഘിക്കാതെ വയ്യ. അപ്പോൾ സ്പോർട്സിന് ആവശ്യമായ ഇൻഫ്രാസ്ട്രക്ചർ എന്ന നിലയ്ക്ക് ഭാരതത്തിൽ ശ്രീ നരേന്ദ്രമോദി ഒളിമ്പിക്സ് കൊണ്ടുവരുമെങ്കിൽ സജ്ജത തിരുവനന്തപുരത്തിനും വേണം, കേരളത്തിലെ എല്ലാ ജില്ലകൾക്കും ഉണ്ടെങ്കിൽ നമുക്കത് കേരളത്തിലേക്ക് വലിയ ഒരു റവന്യൂ ഇൻഫ്ലോ, ഒരു വലിയ ധന സമാഹരണത്തിനുള്ള ഇവൻ്റായിട്ടാണ് വരുന്നത്. കൾച്ചറൽ പ്ലാറ്റ്ഫോം നമ്മുടേത് നിരവധിയല്ലേ, എത്ര കലാരൂപങ്ങൾ, ഇതിൻ്റെ എല്ലാം ട്രാൻസാക്ഷൻ ആ സമയത്ത് നടക്കും. അല്ലാതെ സ്പോർട്സ് മാത്രമല്ല നടക്കുക, അതിൻ്റെ പേരിൽ വരുന്ന വിദേശ ടൂറിസം. എത്ര രാജ്യങ്ങളിൽ നിന്ന്, ഏതാണ്ട് 110 രാജ്യങ്ങളിൽ നിന്നുള്ള സഞ്ചാരം, ഇതും സംഭവിക്കും ആ സമയത്ത്. ഇത് പൂർണ്ണമായി നമ്മൾ ഉപയോഗപ്രദമാക്കി അടുത്ത തലമുറയ്ക്ക് 2047 അടുത്ത ഭാരതീയ യുഗം ലോകത്തിന് സമ്മാനിക്കണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനമാണ്. അതിലേക്ക് നിങ്ങൾ ഈ വരുന്ന 9-ാം തീയതി ലാഘവത്തോടെ കാണരുത്, പാഴാക്കി കളയരുത്. നേഷൻ ബിൽഡിങ്ങിൻ്റെ ഭാഗമായി തൃപ്പൂണിത്തുറ തദ്ദേശഭരണ സ്ഥാപനത്തിൻ്റെ ബിൽഡിംഗ് നിങ്ങളുടെ ഈ ഹൃദയവിരലിലാണ് കുടികൊള്ളുന്നത്. അത് ശുദ്ധമായി, ഞാൻ നേരത്തെ പറഞ്ഞ പൊളിറ്റിക്കൽ മൈൻഡ് സെറ്റ്. രാഷ്ട്രീയം എന്ന് പറയുന്നതിനകത്ത് എന്തോ ഒരു ചെറിയ അപകടം ഉണ്ടെന്ന് പിന്നീട് എനിക്ക് തോന്നി. കാരണം ഈ നക്സലിസത്തെയും അരാഷ്ട്രീയവാദികളെന്നാണോ വിളിക്കുന്നത്? അങ്ങനെ എന്തോ ഉണ്ടോ? വിനയൻ എന്നെ ഒന്ന് ഉത്ബോധിപ്പിക്കാമോ? ഉണ്ടോ അങ്ങനെ? വിനയനുണ്ടോ ഇവിടെ? പോയി.
നമുക്ക് മണ്ണ് മാത്രമായിരിക്കണം നമ്മുടെ നോട്ടം. നമ്മുടെ എല്ലാവരുടെയും വകയാണ്, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും വകയല്ല ഈ മണ്ണ്. ഈ മണ്ണിൻ്റെ ലഭ്യതകൾ അത് പ്രകൃതി സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും നമ്മുടെ ഉപജീവനത്തിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ പ്രകൃതിയെ നശിപ്പിക്കാതെ, സന്തുലിതാവസ്ഥ നശിപ്പിക്കാതെ ഡെവലപ്മെൻ്റ് എന്ന പേരിൽ കൊണ്ടുവരുന്നത് സബ്കാ സാത്ത്, സബ്കാ പ്രയാസ്, സബ്കാ വിശ്വാസ്, സബ്കാ വികാസ്. എല്ലാവരും ഉൾപ്പെട്ടിരിക്കണം. അതിൽ കേരളത്തിലുള്ള എല്ലാ ജില്ലകൾക്കും നമുക്കിന്നുള്ളതെന്ത്, ഇല്ലാത്ത ജില്ലകളേത്? ആ ഇല്ലാത്ത ജില്ലകളും സബ്കാ സാത്ത് വികാസ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അവരെയും കൂട്ടിച്ചേർക്കേണ്ടതല്ലേ എന്ന് പറയുന്ന വിട്ടുകൊടുക്കൽ മനസ്ഥിതി വേണം. ഞാൻ എയിംസിനെ കുറിച്ചാണ് പറയുന്നത്. എയിംസ് ഉടനെ ആലപ്പുഴയിൽ വന്നു എന്നൊന്നും അല്ല പറഞ്ഞത്. സബ്കാ സാത്ത് സബ്കാ വികാസ് ആണെങ്കിൽ ആലപ്പുഴക്കാരെ ഇനിയും ആ നശിച്ച ഒരു സമരങ്ങളുടെ പരമ്പരയിൽ നിന്ന് മുങ്ങിപ്പോയ ഒരു പ്രദേശത്തെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ സഹോദര ജില്ലകൾ വിട്ടുകൊടുക്കൽ മനസ്ഥിതി വേണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നുള്ളൂ. അഭ്യർത്ഥനയാണ്. അങ്ങനെയാണ് വികസനം വരേണ്ടത്. എല്ലാം കൊച്ചിക്ക് വേണം, എല്ലാം തിരുവനന്തപുരത്തിന് വേണം, എല്ലാം തൃശ്ശൂരിന് വേണമെന്ന് പോലും ഞാൻ പറയില്ല. അങ്ങനെയെങ്കിൽ പിന്നിന്ന് കേരളത്തിൽ തണ്ടല് നിവർത്തി അതിവിടെയേ വരാൻ പാടുള്ളൂ എന്ന് പറയാൻ തൃശ്ശൂർ ജില്ലയ്ക്ക് മാത്രമാണ് അവകാശമുള്ളത്. നരേന്ദ്രമോദി കേന്ദ്രം ഭരിക്കുമ്പോൾ അങ്ങനെ ഒരു ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മറ്റ് മെഡിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന നിലയ്ക്ക് മറ്റ് ജില്ലകൾക്കും ചില പട്ടണങ്ങൾക്കുമുള്ള സൗകര്യങ്ങൾ നിങ്ങൾ നോക്കിക്കോളും. കോട്ടയത്ത് പോലും എത്രയധികം പ്രൈവറ്റ് സ്ഥാപനങ്ങൾ, കോഴിക്കോട്, കണ്ണൂർ, തിരുവനന്തപുരം, പ്ലഷാണ് ട്രിവാൻഡ്രം. ഇനി ഈസ് ഓഫ് ലിവിങ്, ഈസ് ഓഫ് ബിസിനസ് അല്ല, ഈസ് ഓഫ് ലിവിങ് ഇല്ലെങ്കിൽ ബിസിനസ് വിൽ നെവർ ബി അറ്റ് ഈസ്. ദാറ്റ് ഈസ് മൈ ബിലീഫ്. ആദ്യം ആവാസം ശുദ്ധീകരിക്കണം. ആവാസ അവകാശം, ആവാസ അധികാരം ശക്തമായിരിക്കണം. എങ്കിൽ മാത്രമേ ഡെവലപ്മെൻ്റ് ഉണ്ടാവൂ. ആ ഡെവലപ്മെൻറ്റ് മാത്രമേ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിന് വഴിയൊരുക്കൂ. ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. കാഴ്ചപ്പാടെന്ന് പറയുന്നത് തിരഞ്ഞെടുത്ത് വരുന്ന ഒരു വാർഡ് മെമ്പർക്കും വിദ്യാഭ്യാസം കാര്യങ്ങൾ അങ്ങനെ വേണം ഇങ്ങനെ വേണം ചർച്ചയ്ക്ക് അത് വിധേയമാണ്. ചർച്ച വേണ്ട കാര്യം തന്നെയാണ്. പക്ഷെ വിദ്യാഭ്യാസം ഒട്ടുമില്ലാത്ത ആൾക്കാർക്കും നല്ല ബുദ്ധിശക്തിയും നല്ല കാഴ്ചപ്പാടിൻ്റെ ശക്തിയുമുണ്ട്. അത് നമുക്ക് തീരെഴുതി കളയാൻ പറ്റുമോ? സബ്കാ സാത്ത് എന്ന് പറയുന്ന ഒരു കണ്ടുപിടുത്തം എന്ന് പറയുന്നതിൻ്റെ അർത്ഥവ്യാപ്തി ഇപ്പോഴും അല്ല, ഒരു കാലത്തും നമ്മളതിൻ്റെ അർത്ഥവ്യാപ്തി പൂർണ്ണമായിട്ട് നമ്മളത് മനസ്സിലാക്കത്തില്ല. പോകെ ഓരോ വർഷവും ശ്രീ നരേന്ദ്രമോദി അത് വ്യക്തമാക്കി തന്നുകൊണ്ടിരിക്കും. രാജ്യത്തിന് മാത്രമല്ല, ഭാരതത്തിന് മാത്രമല്ല, ലോകത്തിന് മുഴുവൻ മനസ്സിലാക്കി കൊടുക്കും. സബ്കാ സാത്തിൻ്റെ പൊരുൾ എത്രമാത്രം ബലൂണിംഗ് ആണ്. ഞാനീ പറഞ്ഞതിനകത്ത് ഒരു വോട്ടഭ്യർത്ഥന വന്നിട്ടേയില്ല. സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് ആദ്യം സംസാരിച്ച സഹോദരി സ്വാഗതം മോദിയപ്പോൾ പറഞ്ഞു ഡിഫൻസ് സെക്ടറിലുണ്ടായിട്ടുള്ള മുന്നേറ്റങ്ങളെക്കുറിച്ച്. നമ്മൾ കഴിഞ്ഞ ഒരു 6-7 വർഷമായിട്ട് മോദിജി പറഞ്ഞതും അതിനു മേലെ ഇപ്പോൾ ശ്രീമതി ദ്രൗപദി മുർമുജി ആയമ്മ ചെയ്യുന്നതും പോകുന്ന സ്ഥലങ്ങളിലെല്ലാം സംസാരിക്കുന്നതുമായ വിഷയങ്ങൾ പരിശോധിച്ചാൽ അറിയാം, ഭാരതത്തിൽ ഒരുപക്ഷെ ലോകത്തിന് മുഴുവൻ മാതൃകയായി സ്ത്രീശക്തി എങ്ങനെയാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്, ആ കോൺസെപ്റ്റ് എങ്ങനെയാണ് നടപ്പിലായിക്കൊണ്ടിരിക്കുന്നതാണ്. ഞാൻ ഇന്നലെ
എൻ്റെ ഭാര്യയും മകളുമായിട്ട് നേവി ഡേ സെലിബ്രേഷന് വേണ്ടി, ശരിക്കും നേവി ഡേ 4-ാം തീയതിയാണ്, ഇന്നാണ്. 1971 ഒരു നട്ടല് നിവർത്തി കാണിച്ച ഒരു സംഭവത്തെ അധിഷ്ഠിതമാക്കിയാണിത് വെച്ചിട്ടുള്ളത്. അന്നത് നേവിയുടെ ഒരു വലിയ, നേവിക്ക് അത് മാത്രമല്ല, നമുക്ക് കുളച്ചലും ഡച്ചിനെ കീഴ്പ്പെടുത്തുന്നതിന് നേവിയുടെ അന്നത്തെ ഒരു പങ്കെന്ന് പറയുന്നത് വളരെ ശക്തമാണ്. അപ്പോൾ ഇന്ന് റഷ്യൻ പ്രസിഡൻറ്റ് അവിടെ ഉള്ളതുകൊണ്ട് ഇന്നും നാളെയുമൊക്കെ ഇന്നലത്തേക്ക് ആ ആഘോഷ പരിപാടികൾ മാറ്റിവെച്ചതുകൊണ്ടാണ് ഇന്നലെ അത് നടന്നത്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് അതല്ല. എൻ്റെ ഇളയ മകൾ, ഓ ദീസ് ലേഡീസ് ആർ സോ ബ്യൂട്ടിഫുൾ ഇൻ ദിസ് യൂണിഫോം. നേവി വേഷം, വെള്ളയും അണിഞ്ഞ് വെള്ള ഷൂവും ഇട്ടിട്ട് സുന്ദരികളായി അവർ ആ വേഷമിട്ട് ആ ഉദ്യമം ഏറ്റെടുത്തപ്പോൾ അവരുടെ സൗന്ദര്യം വല്ലാണ്ട് വർദ്ധിച്ചു. എല്ലാവരും സുന്ദരികളൊന്നും ആയിരുന്നില്ല. പക്ഷെ ഒരു കാലത്തും, ഞാൻ 2005 കൊച്ചിയിൽ നേവി ഡേ സെലിബ്രേഷന് പോയിട്ടുണ്ട്. അന്നൊന്നുമില്ലാത്ത കമ്പോണന്റ് പാർട്ടിസിപ്പേഷൻ ഇൻ ദ നെയിം ഓഫ് വിമൻ വളരെ വല്ലാത്ത ഒരു എണ്ണത്തിൽ ഇന്നലെ അവിടെ കാണാൻ സാധിച്ചു തിരുവനന്തപുരത്ത്. എയർഫോഴ്സിലേക്ക് എത്തുകയാണെങ്കിൽ എണ്ണം കൂടുതലാണ്. ആർമിയിൽ എനിക്ക് തോന്നുന്നു ഉണ്ട്, ആർമി മെഡിക്കൽ കോറിലായിരിക്കും ഏറ്റവും കൂടുതൽ. AMCയിലാണിത് വരുന്നത്. ടെറൈൻ ഡിഫിക്കൽട്ടീസ് ഉള്ളത് കൊണ്ട് അതൊരു കൺസിഡറേഷൻ ആണെന്നും പറയാൻ നോക്കത്തില്ല. കാരണം പെൺ പുലികൾ എന്നാണ് പറയുന്നത്. ആൺപുലികളെന്ന് പറയുന്നത് പിന്നെ നമ്മൾ അഡാപ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ആ ദൗത്യത്തിന് ഇറങ്ങുന്നവരെല്ലാം പെൺ ചീറ്റപ്പുലികളായിരിക്കും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പലരും പറഞ്ഞു ഇത് വെറും പ്രസ്താവനകളാണ്, റെറ്ററിക്കാണ്, എലക്ഷൻ ഗിമ്മിക്കാണ് എന്നൊക്കെ പറഞ്ഞതും നരേന്ദ്രമോദി ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നു പറ്റുന്നത് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. ആ പറഞ്ഞെല്ലാം ഇനിയും ചെയ്ത് കാണിച്ചുകൊണ്ടേയിരിക്കും. അത് നിങ്ങളെ ഒരുപാട് ഇല്ലാതാക്കും, നിങ്ങളെ തളർത്തും. മഴയാണോ? ഇടി പറയുന്നത് ഞാൻ മഴയായി വരുന്നു എന്നല്ലേ? മഴ പെയ്യട്ടെ, ഐശ്വര്യമാട്ടെ. ഈ മഴ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിലൂടെ നിങ്ങൾ സമ്മതിദായകർ നടപ്പിലാക്കിയെടുക്കണം. ഇവിടെ ഇരിക്കുന്നവർക്ക് ഏത് രാഷ്ട്രീയ ചിന്താഗതി ഉണ്ടെങ്കിലും, ഞാൻ വോട്ട് ചെയ്യുന്നത് ഈ മണ്ണിന് വേണ്ടിയായിരിക്കും, ഞാൻ ഇവിടെ വോട്ട് ചെയ്യുന്നത് തൃപ്പൂണിത്തറയ്ക്ക് വേണ്ടിയായിരിക്കും, വലിയൊരു പാരമ്പര്യത്തിന് വേണ്ടിയായിരിക്കും എന്ന നിശ്ചയം 9-ാം തീയതി പോളിംഗ് ബൂത്തിൽ നടപ്പിലാക്കണം. ഞാനിവിടെ ആദ്യം വരുന്നത് 2015 ലായത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് വരുന്ന 20 സ്ഥാനാർത്ഥി പ്രഖ്യാപനം. മറ്റത് ഇലക്ഷൻ പ്രചരണത്തിനായിരുന്നു 15. പിന്നെ 16 നിയമസഭാ തെരഞ്ഞെടുപ്പിനും പ്രചരണത്തിന് വന്നിരുന്നു. എവിടെ നിന്ന് തുടങ്ങി ആ വർഷം 17 അംഗങ്ങളെ സമ്മാനിച്ചു അല്ലേ? 2020 17 പേര് ഏതെണ്ണത്തിൽ നിന്നാണ് എത്തിച്ചത്? അതിന് മുമ്പ് എത്ര പേരായിരുന്നു? 5. ഇനി ആ 17-ലും 20-ലും ഒന്നും ഒതുങ്ങിയാൽ പോരാ. ഇനി വ്യക്തമായി ഭരണം പിടിച്ചെടുക്കുകയല്ല വേണ്ടത്, ഭരണം നേടിയിരിക്കണം. അത് കേരളക്കരയുടെ നേട്ടങ്ങളിൽ ഒരു വലിയ നേട്ടം, സമുന്നതമായ ഒരു നേട്ടം തന്നെയായിരിക്കും. തൃശ്ശൂർക്കാർ ഇന്ന് അഭിമാനിക്കുന്നത് പോലെ കൊച്ചിക്കാർക്കും അഭിമാനിക്കാൻ വകയുണ്ടാക്കി വെക്കേണ്ടത് നിങ്ങളാണ്. ഞാനിവിടെ ഇരുന്ന് ആ ആവശ്യത്തിലേക്ക് മാത്രം ഞാൻ പറയും, ഈ ഹൃദയവരൽ അമരുന്നത് ഒരു തലോടലായി താമര ചിഹ്നത്തിലായിരിക്കണേ എന്ന് ഞാൻ തൃപ്പൂണിത്തറയോട് പൂർണ്ണത്രയീശനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, യാചിക്കുന്നു. നന്ദി, നമസ്കാരം.